മക്കളെ, അപ്പം ഈ ഒരു വീഡിയോയിൽ നമ്മുടെ 9ാം ക്ലാസ്സിലെ ഈ ഒരു ചാപ്റ്റർ ഡൈജഷൻ ആൻഡ് ട്രാൻസ്പോർട്ടേഷൻ ഓഫ് ന്യൂട്രിയൻസ് എന്ന് പറഞ്ഞ ചാപ്റ്റർ നമ്മളൊരു 20 minutes കൊണ്ട് കംപ്ലീറ്റ് ആയിട്ട് കവർ ചെയ്യാൻ പോവാണ്. അപ്പം നിങ്ങളുടെ ക്രിസ്മസ് എക്സാമിന് നിങ്ങൾക്ക് ഈ ചാപ്റ്റർ പഠിക്കുന്ന സമയത്ത് ഒരു 20 minute കൊണ്ട് പെട്ടെന്ന് ഈ ചാപ്റ്റർ റിവൈസ് ചെയ്യാനുള്ള കംപ്ലീറ്റ് കാര്യങ്ങളുണ്ട്. അപ്പോൾ വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് കാണാൻ വേണ്ടിയിട്ട് നോക്കുക. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഈ ചാപ്റ്ററിൽ എന്താ പറയുന്നത്, ന്യൂട്രീഷൻ അല്ലെങ്കിൽ പോഷണത്തിനെ കുറിച്ചാണ് പറയുന്നത് അല്ലേ. അതായത് ന്യൂട്രീഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മുടെ ചുറ്റുള്ള ജീവികൾ അവരുടെ ശരീരത്തിലേക്ക് ന്യൂട്രിയൻസ് എന്ത് ചെയ്യാണ്, എക്സ്റ്റേണൽ എൻവയോൺമെന്റിൽ നിന്ന് കിട്ടാൻ വേണ്ടിയിട്ട് ഭക്ഷണം കഴിക്കുകയാണ് അല്ലേ. അപ്പൊ ന്യൂട്രിയൻസ് കിട്ടാൻ വേണ്ടിയിട്ട് പുറമേ നിന്ന് ഭക്ഷണം ഉള്ളിലേക്ക് എടുക്കുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് പറയണേ, ന്യൂട്രീഷൻ അല്ലെങ്കിൽ പോഷണം. അപ്പൊ ഇത് നമുക്കൊരു 5 സ്റ്റേജസിലൂടെയാണ് നടക്കുന്നത്. ആദ്യം നമ്മൾ ഈ ഭക്ഷണം വായിലേക്ക് ഇടണം അല്ലേ. അപ്പൊ അതിനെ നമ്മൾ ഇൻജക്ഷൻ അല്ലെങ്കിൽ വിഴുങ്ങൽ എന്ന് പറയും. അതിനുശേഷം നമ്മുടെ ഭക്ഷണം എന്ത് ചെയ്യണം, ദഹിക്കണം. അതിന് നമുക്ക് ഡൈജസ്റ്റീവ് സിസ്റ്റം ഉണ്ട്, അതാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അതിനുശേഷം നമ്മുടെ ഭക്ഷണം നമ്മുടെ ശരീരത്തിലേക്ക്, നമ്മുടെ ബ്ലഡിലേക്ക് അബ്സോർബ് ചെയ്യണം. അതാണ് നമ്മുടെ 3ാമത്തെ സ്റ്റെപ്പ്, അബ്സോർപ്ഷൻ അല്ലെങ്കിൽ ആഗിരണം. അതിനുശേഷം നമ്മുടെ കോശങ്ങൾ അല്ലെങ്കിൽ സെൽസ് അത് ഉപയോഗിക്കണം, അതിനെ അസിമിലേഷൻ എന്ന് പറയും. അതിനുശേഷം എന്ത് ചെയ്യണം, വേസ്റ്റ് റിമൂവ് ചെയ്യണം. അതിന് നമ്മൾ എന്ത് പറയും, ഇജക്ഷൻ ഓഫ് വേസ്റ്റ് അല്ലെങ്കിൽ ദഹനാവശിഷ്ടങ്ങളുടെ പുറന്തള്ളൽ എന്ന് പറയും. ഓക്കെ, അപ്പൊ ഈ പ്രോസസ്സുകളാണ് നമ്മളുടെ ഈ ഒരു ന്യൂട്രീഷന്റെ ബേസിക് ആയിട്ടുള്ള 5 സ്റ്റെപ്സ്. പിന്നെ നമ്മൾ ന്യൂട്രിയൻസ് നമ്മൾ എങ്ങനെ ഭക്ഷണം കഴിക്കണം എന്ന് പറയുമ്പോൾ ഒരു ബാലൻസ്ഡ് ഡയറ്റ് എന്ന് പറയുമ്പോൾ അതിനകത്ത് നമുക്ക് എന്തായിരിക്കണം, നമ്മുടെ പ്രോട്ടീൻസ് കിട്ടണം, അതുപോലെ തന്നെ നമ്മുടെ കാർബോഹൈഡ്രേറ്റ് വേണം, പിന്നെ നമുക്ക് വൈറ്റമിൻസും മിനറൽസും ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ട് വെജിറ്റബിൾസും ഫ്രൂട്ട്സും എല്ലാം ഇൻക്ലൂഡ് ചെയ്യണം. അപ്പൊ അതിൽ നമ്മുടെ റൈസ് ഒക്കെ കഴിച്ചാലാണ് നമുക്ക് കാർബോഹൈഡ്രേറ്റ്, നമുക്ക് എനർജിക്ക് വേണ്ടിയിട്ടുള്ളത്. പിന്നെ എഗ്ഗിന്റെ അകത്തും ചിക്കൻ്റെ അകത്തും മീറ്റിന്റെ അകത്തൊക്കെ പ്രോട്ടീൻ നമ്മുടെ വളർച്ചയ്ക്കും പിന്നെ നമ്മുടെ സെൽസിന്റെ ഒക്കെ റീപെയറിന് ആവശ്യമാണ്. പിന്നെ ഓയിൽ, ഫാറ്റ് നമുക്ക് എനർജിക്ക് വേണം. പിന്നെ ഈ പറയുന്ന ഗ്രീൻ ലീഫി വെജിറ്റബിൾസും ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഒക്കെ കഴിക്കുന്ന സമയത്താണ് നമുക്ക് മിനറൽസും വൈറ്റമിൻസും ഒക്കെ കിട്ടുക. അത് നമ്മുടെ ശരീരത്തിലെ ബാക്കിയുള്ള പ്രവർത്തനങ്ങളൊക്കെ നല്ല സ്മൂത്ത് ആയിട്ട് നടക്കാൻ വേണ്ടിയിട്ട് അത്യാവശ്യമാണ്. പിന്നെ വെള്ളത്തിന്റെ കാര്യം മിസ് പറയണ്ടല്ലോ, വെള്ളം നമ്മുടെ ശരീരത്തിൽ ഏറ്റവും കൂടുതൽ അത്യാവശ്യമുള്ള സാധനങ്ങളാണ്. പിന്നെ നമുക്ക് ഇവിടെ പറയാനുള്ളതാണ് നമ്മുടെ അമീബയുടെയും ഹൈഡ്രയുടെയും കാര്യം. ഇത് എക്സാമിന് നിങ്ങൾക്ക് കമ്പാരിസൺ ആയിട്ട് വരും. അതായത് അമീബയുടെ കാര്യം നോക്കുകയാണെങ്കിൽ അമീബ ഒരു യൂണിസെല്ലുലാർ ഓർഗാനിസം ആണ്. ഹൈഡ്ര ആണെങ്കിലോ ഒരു മൾട്ടി സെല്ലുലാർ ഓർഗാനിസം ആണ്. അപ്പൊ ഇവരെങ്ങനെയാണ് ഭക്ഷണം സ്വീകരിക്കുന്നത്? അപ്പൊ അമീബേനെ നോക്കുകയാണെങ്കിൽ ഈ ഒരു സ്യൂഡോപോഡി ഉപയോഗിച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്, നമ്മുടെ അമീബ ഭക്ഷണം എടുക്കുന്നതെന്നുണ്ടെങ്കിൽ ഹൈഡ്ര എന്ത് ചെയ്യുകയാണ്, ഈ ടെൻഡാക്കിളുകൾ ഉപയോഗിച്ചിട്ടാണ് ഭക്ഷണത്തിന് ഉള്ളിലേക്ക് എടുക്കുന്നത്. ഓക്കെ, അപ്പൊ രണ്ടാമത്തെ ഡിഫറൻസ്, ആദ്യം യൂണിസെല്ലുലാർ, ഇത് മൾട്ടി സെല്ലുലാർ. ഭക്ഷണം സ്വീകരിക്കുന്നത് അമീബ സ്യൂഡോപോഡി ആണെങ്കിൽ ഹൈഡ്ര ടെൻഡാക്കിളുകൾ ഉപയോഗിച്ചിട്ടാണ്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇതിന്റെ ഉള്ളിൽ വെച്ചിട്ട്, ഇതൊറ്റ സെല്ലല്ലേ ഉള്ളൂ, അപ്പൊ സെല്ലിന്റെ ഉള്ളിൽ വെച്ചിട്ടാണ് ഇതിന് ഡൈജഷൻ നടക്കുന്നത്. അപ്പൊ ഇതെന്താണ്, ഇൻട്രാ സെല്ലുലാർ ഡൈജഷൻ, കോശത്തിന്റെ അകത്ത് വെച്ചിട്ടാണ് ഇതിന്റെ ഡൈജഷൻ നടക്കുന്നത്. പക്ഷേ നമ്മുടെ ഹൈഡ്രേനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാകും, ഹൈഡ്ര ഈ വായന്റെ അകത്ത് ഭക്ഷണം എത്തിച്ചു കഴിഞ്ഞാൽ ആദ്യം എന്താ, കോശങ്ങളുടെ പുറത്ത്, അതായത് ക്യാവിറ്റിയിൽ വെച്ചിട്ട് എൻസൈംസ് ഒക്കെ സെക്രീറ്റ് ചെയ്ത് നമ്മുടെ പാർട്ട് 1 ഡൈജഷൻ പകുതി ദഹിപ്പിക്കും. അങ്ങനെ പകുതി ദഹിച്ച ഫുഡിന് ഇതാ ഇവിടെയുള്ള സെല്ലിന്റെ ഈ ഫുഡ് വാക്യൂമിന്റെ ഉള്ളിലേക്ക് പറഞ്ഞേക്കും. ഇവിടെ കുഞ്ഞു കുഞ്ഞു സെല്ലുകൾ ഉണ്ട്. ആ സെല്ലിന്റെ അകത്തുള്ള ഫുഡ് വാക്യൂമിന്റെ ഉള്ളിൽ വെച്ചിട്ടാണ് ഭക്ഷണത്തിന് പാർട്ട് 2 ഡൈജഷൻ നടക്കുന്നത്. അതായത് ഹൈഡ്രേന്റെ കാര്യത്തിൽ ഇൻട്രാ സെല്ലുലാറും ഉണ്ട്, എക്സ്ട്രാ സെല്ലുലാറും ഉണ്ട്. പിന്നെ വേസ്റ്റ് എങ്ങനെയാണ്, ഹൈഡ്ര നമ്മുടെ വായിലൂടെയാണ് കളയുക, പക്ഷെ അമീബ എങ്ങനെയാണ്, ശരീരോപരിതലത്തിലൂടെ അല്ലെ സെൽ മെംബ്രെയിനിലൂടെയാണ് കളയുക. ഈ ഡിഫറൻസസ് ചിലപ്പോൾ നിങ്ങളുടെ എക്സാമിന് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പൊ അത് നോട്ട് ചെയ്ത് വെക്കാം. പിന്നെ നമ്മുടെ ഡൈജഷന്റെ മെയിൻ പ്രോസസ്സിലേക്ക് വരുമ്പോൾ എന്താണ് ഡൈജഷൻ അല്ലെങ്കിൽ ദഹനം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വലിയ കോംപ്ലക്സ് ആയിട്ടുള്ള ഫുഡിനെ നമ്മൾ അതിനെ ബ്രേക്ക് ചെയ്തിട്ട് സിമ്പിൾ മോളിക്യൂൾസ് ആക്കി മാറ്റുന്ന പ്രോസസ്സാണ് ഡൈജഷൻ. ലാർജ് കോംപ്ലക്സ് ഫുഡിനെ സിമ്പിൾ മോളിക്യൂൾസ് ആക്കി മാറ്റുന്നു. അത് തന്നെ നമുക്ക് 2 തരത്തിലുണ്ട്. ഒന്ന് മെക്കാനിക്കൽ ഡൈജഷൻ, രണ്ടാമത്തേത് കെമിക്കൽ. മെക്കാനിക്കൽ എന്ന് പറയുമ്പോൾ ഒരു വലിയ കല്ലുണ്ട്, നിങ്ങൾ അതൊരു ഹാമർ വെച്ച് പൊട്ടിക്കുകയാണെങ്കിൽ അത് മെക്കാനിക്കൽ ബ്രേക്കിംഗ് ആണ്. കെമിക്കൽ എന്ന് പറയുമ്പോൾ അതിന്റെ മുകളിൽ കുറച്ച് ആസിഡ് ഒഴിച്ചു കൊടുത്താൽ എങ്ങനെ ഉണ്ടാകും, അത് കെമിക്കലാണ്. സോ ഇവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ബ്രേക്ക് ഡൗൺ ഓഫ് ഫുഡ് ഇൻടു സ്മോൾ പാർട്ടിക്കിൾ, ദിസ് ഇസ് മെയ്ഡ് പോസിബിൾ ബൈ, ആരൊക്കെയാണ് ചെയ്യുന്നത്, നമ്മുടെ പല്ല് ച്യൂയിങ്, ചവച്ചരയ്ക്കുന്ന സമയത്ത് മെക്കാനിക്കൽ ആണ്. പിന്നെ നമ്മുടെ സ്റ്റൊമക്കിലും സ്മോൾ ഇൻഡസ്റ്റൈനിലും പെരിസ്റ്റാൾസിസ് ഉണ്ട് അല്ലെ. പെരിസ്റ്റാൾസിസ് നമ്മുടെ ഭക്ഷണത്തിന് ഇങ്ങനെ സെഗ്മെന്റ് ഒക്കെ ആക്കിയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, അവിടെ വെച്ചിട്ട് നല്ലപോലെ ദഹിപ്പിക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ സ്റ്റൊമക്കിന്റെ ഉള്ളിലുള്ള സ്ട്രോങ് കോൺട്രാക്ഷൻസ് ഈസി ആയിട്ട് ഭക്ഷണത്തിനെ മെക്കാനിക്കൽ ഡൈജഷനെ സഹായിക്കുന്നുണ്ട്. കെമിക്കൽ ഡൈജഷൻ എന്ന് പറയുമ്പോൾ അവിടെ നമ്മുടെ ശരീരത്തിലെ പല സ്ഥലങ്ങളിൽ വെച്ചിട്ടുള്ള എൻസൈമാറ്റിക് ഡൈജഷൻ ആണ് പറയുന്നത്. ഓക്കെ, അപ്പൊ ആദ്യം നമുക്ക് നമ്മുടെ മെക്കാനിക്കൽ ഡൈജഷൻ നോക്കാം. അതിൽ ആദ്യത്തെ ആളാണ് നമ്മുടെ പല്ല്. ഈ പല്ലിന്റെ സെക്ഷൻ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഈ ഭാഗങ്ങൾ അടയാളപ്പെടുത്തുക എന്നുള്ളത് ഒരു ഷുവർ ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ഏറ്റവും പുറമെ നമ്മുടെ ഏറ്റവും ഹാർഡസ്റ്റ് ആയിട്ടുള്ള ദൃഢതയുള്ള ഭാഗമായിട്ടുള്ള ഇനാമൽ ഉണ്ട്, ഡെഡ് ആയിട്ടുള്ള ടിഷ്യൂ കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ആൻഡ് അതിന്റെ ഉള്ളിലായിട്ട് നമ്മുടെ ഡെന്റൈൻ ഉണ്ട്, ലിവിങ് ടിഷ്യൂ ആണ്. പല്ല് നിർമ്മിച്ചിരിക്കുന്നത് ഡെന്റൈൻ കൊണ്ടാണ്. പിന്നെ അതിന്റെ ഉള്ളിലായിട്ട് നമ്മുടെ പൾപ്പ് ക്യാവിറ്റി, അതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സോഫ്റ്റ് കണക്റ്റീവ് ടിഷ്യൂ ആണ്, ഏറ്റവും ഉള്ളിലുള്ള ലെയർ ആണ്. ബ്ലഡ് വെസൽസും നെർവ്സും ഒക്കെ കാണുന്നുണ്ട്. പിന്നെ നമ്മുടെ സിമെന്റ്,
ഇതാണ് മക്കളെ നമ്മുടെ സിമന്റ്. ഈ സിമന്റമാണ് നമ്മുടെ ആ ഒരു സോക്കറ്റിന്റെ അകത്ത് നമ്മുടെ പല്ലിനെ ഉറപ്പിച്ച് നിർത്തുന്ന കാൽഷ്യം അടങ്ങിയിട്ടുള്ള കണക്റ്റീവ് ടിഷ്യൂ എന്ന് പറയുന്നത്. അപ്പൊ ഒന്നാമത്തെ നമ്മുടെ മെക്കാനിക്കൽ ഡൈജഷൻ നമ്മുടെ പല്ലാണ്. രണ്ടാമത്തെ ആള് നമ്മൾ പറഞ്ഞു നമ്മുടെ സ്റ്റൊമക്ക് അല്ലെങ്കിൽ ആമാശയം. അപ്പൊ സ്റ്റൊമക്ക് അല്ലെങ്കിൽ ആമാശയത്തിൽ നിങ്ങൾ നോക്കേണ്ട അവിടെ സ്ട്രോങ് പെരിസ്റ്റാൾസിസ് ഉണ്ട്. അത് ഭക്ഷണത്തിന് ഒരു പേസ്റ്റ് രൂപത്തിലാക്കുന്നുണ്ട്. അതുകൂടാതെ സർക്കുലാർ മസിൽസ് എന്ന് പറഞ്ഞാൽ വലിയ പേശികൾ നമ്മുടെ ആഹാരത്തെ കുറച്ചു നേരം അവിടെ പിടിച്ചു നിർത്തും. അപ്പൊ ഭക്ഷണം നല്ലപോലെ എൻസൈമുകളായിട്ട് മിക്സ് ചെയ്യാനും ഈ ഒരു സ്ട്രോങ് പെരിസ്റ്റാൾസിസിനൊക്കെ സഹായിക്കും. പിന്നെ നമ്മുടെ സ്മോൾ ഇൻറ്റെസ്റ്റൈനിൽ 2 തരത്തിലുള്ള മൂവ്മെന്റ് ഉണ്ട്. അതിലൊന്നാണ് പെരിസ്റ്റാൾസിസ്, രണ്ടാമതാണ് സെഗ്മെന്റേഷൻ. പെരിസ്റ്റാൾസിസ് എന്ന് പറഞ്ഞാൽ ഭക്ഷണം ഇങ്ങനെ സുഗമമായിട്ട് ഒഴുകാൻ അല്ലെ. ആൻഡ് സെഗ്മെന്റേഷൻ എന്ന് പറയുമ്പോൾ ഓരോ സെഗ്മെന്റുകളാക്കിയിട്ട് നമ്മുടെ ഭക്ഷണം പോവുള്ളൂ. അപ്പൊ എന്താണ്, എൻസൈമുകളുമായിട്ട് ഭക്ഷണത്തിന് മിക്സ് ചെയ്യാനുള്ള അത്യാവശ്യം സമയം കിട്ടും. ഈ 2 ഡയഗ്രാം തന്നിട്ട് ഇത് എവിടെ വെച്ച് നടക്കുന്നു എന്നും എന്താണ് ഈ പ്രോസസ്സ് എന്നും ചോദിക്കാറുണ്ട്. അപ്പൊ പ്രോസസ്സ് ഒക്കെ കറക്റ്റ് ആയിട്ട് എഴുതാം കേട്ടോ. then അടുത്തതാണ് നമ്മുടെ ഭക്ഷണം വിഴുങ്ങുക. ഓക്കെ, വിഴുങ്ങുക എന്ന് പറയുന്ന ഒരു ഈസി ആയിട്ടുള്ള പ്രോസസ് അല്ല. കാരണം നമ്മുടെ ഈസോഫാഗസ് അല്ലെങ്കിൽ അന്നനാളം നമ്മുടെ ട്രക്കി അല്ലെങ്കിൽ വിൻഡ് പൈപ്പ് തൊട്ടടുത്തടുത്താണ് നിൽക്കുന്നത്. അപ്പൊ ഭക്ഷണം നമ്മുടെ വിൻഡ് പൈപ്പിൽ എങ്ങാനും കുടുങ്ങിയാൽ നമുക്ക് ശ്വാസം കിട്ടാതെ നമ്മൾ മരിച്ചു പോകും. അതുകൊണ്ടാണ് നമ്മൾ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് സംസാരിക്കരുതെന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ നിങ്ങൾ നോക്കിയ മക്കളെ, ഭക്ഷണം ഇങ്ങനെ പോകുന്ന സമയത്ത് നമ്മുടെ നാക്കാണിത്. ഈ നാക്കും നമ്മുടെ ഈ അപ്പർ പാലറ്റും ഭക്ഷണത്തിനെ ചെറിയ ഉരുളകളാക്കി മാറ്റും. അതിനുശേഷം നാക്കിന്റെ ഈ പിൻഭാഗം ഈ ഭക്ഷണത്തിനെ ഇങ്ങനെ തള്ളും. അങ്ങനെ തള്ളുന്ന സമയത്ത് ഇവിടെ നമ്മുടെ എപ്പിഗ്ലോട്ടസ് ഉണ്ട് അല്ലെ. ഈ എപ്പിഗ്ലോട്ടസ് എന്ത് ചെയ്യും, നമ്മുടെ ഈ ഒരു വിൻഡ് പൈപ്പല്ലേ ട്രക്കിയെ അടയ്ക്കും. സോ ദാറ്റ് ഭക്ഷണം ഇങ്ങനെ നേരെ നമ്മുടെ അന്നനാളത്തിലേക്ക് തന്നെ വീഴാൻ വേണ്ടിയിട്ട് കണ്ടോ എപ്പിഗ്ലോട്ടസ് ആ ഒരു ഓപ്പണിംഗ് അടച്ചു. അങ്ങനെ അടയ്ക്കുന്ന സമയത്ത് എന്ത് ചെയ്യും, നമ്മുടെ ട്രക്കി ഒന്ന് പൊന്തി വരും. അപ്പൊ കറക്റ്റായിട്ട് അടയാൻ വേണ്ടിയിട്ട്. അതേപോലെ തന്നെ നേസൽ ക്യാവിറ്റിയിലേക്ക് കടക്കാതിരിക്കാൻ ഉവ്യൂള എന്ത് ചെയ്യുന്നുണ്ട്, ആ ഒരു ഓപ്പണിംഗ് കൂടെ അടയ്ക്കുന്നുണ്ട്. ഈ ഒരു പ്രോസസ് നിങ്ങളോട് കറക്റ്റ് ഓർഡറിൽ എഴുതാൻ വേണ്ടിയിട്ട് ചോദിക്കും. ഇത് ഇമ്പോർട്ടന്റ് ആണ്. ആദ്യം ടങ് എന്ത് ചെയ്യുന്നു, കംപ്രസ് ചെയ്ത് കുഞ്ഞു കുഞ്ഞു ബോൾസ് ആക്കുന്നു. ഉവ്യൂള നേസൽ ക്യാവിറ്റി ക്ലോസ് ചെയ്യുന്നു മൂക്കിൽ കയറാതിരിക്കാൻ വേണ്ടിയിട്ട്. ടങ് ഭക്ഷണത്തിന് എപ്പിഗ്ലോട്ടിസിന്റെ മുകളിലൂടെ ഈസോഫാഗസിലേക്ക് പറഞ്ഞേക്കുന്നു. ആ സമയം ട്രക്കി ഒന്ന് പൊന്തി കൊടുക്കും, പ്രോപ്പറായിട്ട് അടഞ്ഞോട്ടെ എന്ന് കരുതിയിട്ട്. ദെൻ അടുത്തത് നമ്മുടെ ഭക്ഷണത്തിന്റെ കെമിക്കൽ ഡൈജഷൻ ആണ്. കെമിക്കൽ ഡൈജഷൻ എന്ന് പറയുമ്പോൾ മിസ് പറഞ്ഞു അവിടെ ആരുടെ ഇൻവോൾവ്മെന്റ് ഉണ്ട്, നമ്മുടെ എൻസൈമുകളുടെ ഇൻവോൾവ്മെന്റ് ഉണ്ട്. അപ്പൊ ഈ എൻസൈമുകളുടെ പേരും ഓരോരുത്തരും എന്തൊക്കെയാണ് ചെയ്യുന്നതെന്നുള്ളതും കറക്റ്റ് ആയിട്ട് നോക്കി വെക്കാം മക്കളെ. ആദ്യം നമ്മുടെ മൗത്തിന്റെ അകത്ത് നമുക്ക് സെലൈവറി ഗ്ലാൻസ് അല്ലെങ്കിൽ ഉമിനീർ ഗ്രന്ഥികളുണ്ട്. അവരുണ്ടാക്കുന്നതാണ് സെലൈവറി ജ്യൂസ്. ഈ സെലൈവറി ജ്യൂസ് എന്ത് ചെയ്യുന്നുണ്ട്, അതിനകത്ത് സെലൈവറി അമൈലേസ് ഉണ്ട്. ഇത് നമ്മുടെ സ്റ്റാർച്ചിനെ സിമ്പിൾ ഷുഗർ അല്ലെ, ചെറിയ ഷുഗർ മോളിക്യൂൾസ് ആക്കിയിട്ട് മാറ്റും. പിന്നെ നമ്മുടെ സ്റ്റൊമക്കിലേക്ക് വരുന്ന സമയത്ത് ഈസോഫാഗസിൽ നമുക്ക് എൻസൈമുകൾ ഒന്നുമില്ല. സ്റ്റൊമക്കിൽ നമുക്ക് ഗ്യാസ്ട്രിക് ഗ്ലാൻഡുകൾ ഉണ്ട്, ആമാശയ ഗ്രന്ഥികൾ എന്തുണ്ടാക്കും, ആമാശയ രസം അല്ലെങ്കിൽ ഗ്യാസ്ട്രിക് ജ്യൂസ് ഉണ്ടാക്കും. ജ്യൂസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനകത്ത് ഒന്നിലധികം സാധനങ്ങൾ ഉണ്ടെന്ന് ഉറപ്പാണ്. അപ്പൊ ഇവിടെ എന്താ ഒന്നിലധികം സാധനങ്ങൾ, പെപ്സിൻ ഉണ്ട്, ലിപ്പേസ് ഉണ്ട്, മ്യൂക്കസ് ഉണ്ട്, ഹൈഡ്രോക്ലോറിക് ആസിഡ് ഉണ്ട്. അപ്പൊ ഇതില് ഈ പെപ്സിൻ എന്ന് പറഞ്ഞാൽ പ്രോട്ടീൻ ഡൈജസ്റ്റിംഗ് എൻസൈം ആണ്, പെപ്സിൻ പ്രോട്ടീൻ ഡൈജഷൻ. പിന്നെ ലിപ്പേസ് എന്ന് പറഞ്ഞാൽ ഫാറ്റ് ഡൈജഷൻ. ആൻഡ് ഇവിടെ ഹൈഡ്രോക്ലോറിക് ആസിഡ് ഉണ്ട്. നമുക്കറിയാം ആസിഡ് എന്ന് പറഞ്ഞാൽ ഡേഞ്ചറസ് ആണ്. അപ്പൊ ഈ ആസിഡിൽ നിന്ന് പ്രൊട്ടക്ട് ചെയ്യാനാണ് ഇവിടെ സ്റ്റൊമക്കിന്റെ ലൈനിങ്ങിലെ മ്യൂക്കസ്. നമ്മുടെ സ്റ്റൊമക്കിനെ ആസിഡിൽ നിന്ന് പ്രൊട്ടക്ട് ചെയ്യാൻ. കാരണം ഈ ആസിഡ് എന്തിനാണ്, നമ്മുടെ ഭക്ഷണത്തിനെ ദഹിപ്പിക്കാനും അതേപോലെ തന്നെ അവിടെയുള്ള ഒരു pH ആക്ടിവേറ്റ് ചെയ്യാനും അതുപോലെ അസിഡിക് മീഡിയം മെയിൻറ്റെയിൻ ചെയ്യാനാണ്. ഈ അസിഡിക് മീഡിയത്തിലാണ് നമ്മുടെ പെപ്സിൻ എന്ന് പറയുന്ന എൻസൈം ആക്റ്റീവ് ആവുക. അതിന് വേണ്ടിയിട്ട് ഒരു മീഡിയം ഉണ്ടാക്കുക എന്നുള്ളതാണ് ഹൈഡ്രോക്ലോറിക് ആസിഡിന്റെ ഫംഗ്ഷൻ. പിന്നെ എന്തെങ്കിലും ജേംസ് ഉണ്ടെങ്കിൽ അതിനെ അങ്ങ് കില്ല് ചെയ്യാം. ഓക്കെ, പിന്നെ നമ്മുടെ എവിടേക്ക് വരാണ്, ഡിയോഡിനം എന്ന് പറഞ്ഞാൽ സ്റ്റൊമക്കാണ് ഇവിടെ. ഓക്കെ, ഇവിടെ സ്റ്റൊമക്കാണ്. ഈ സ്റ്റൊമക്ക് കഴിഞ്ഞ് വരുന്ന ഈ യൂട്യൂബ് കണ്ടോ, ഈ യു ഷേപ്ഡ് ബെൻഡിനെയാണ് നമ്മൾ യൂട്യൂബ് എന്ന് പറയാം. ഇവിടേക്ക് 2 ഗ്ലാൻസിന്റെ സെക്രീഷൻ ഉണ്ട്. ഒന്നാണ് നമ്മുടെ ലിവറിന്റെ സെക്രീഷൻ ആയിട്ടുള്ള ബൈല്, പിത്തരസം. ഈ പിത്തരസം പിത്താശയത്തിലാണ് നമ്മൾ സംഭരിക്കുക, ഗോൾ ബ്ലാഡറിൽ. അപ്പൊ ഈ ബൈലിന്റെ ഡ്യൂട്ടി എന്താ, ഇതിനകത്ത് എൻസൈം ഒന്നും ഇല്ല കേട്ടോ. എന്ത് ചെയ്യും, എമൾസിഫിക്കേഷൻ ഓഫ് ഫാറ്റ്. അപ്പൊ എന്താണ് ഈ എമൾസിഫിക്കേഷൻ, വലിയ ഫാറ്റ് മോളിക്യൂളിനെ പൊട്ടിച്ച് കുഞ്ഞു കുഞ്ഞു ഫാറ്റ് ആക്കാം. അതിനെയാണ് നമ്മൾ എമൾസിഫിക്കേഷൻ എന്ന് പറയാം. അതുപോലെ ഭക്ഷണത്തിന് എന്താക്കി മാറ്റണം, ആൽക്കലൈൻ ആക്കണം. കാരണം സ്റ്റൊമക്ക് അല്ലെങ്കിൽ ആമാശയത്തിൽ നിന്ന് വരുമ്പോൾ ഭക്ഷണം അസിഡിക് ആണ്. അതിനെന്താക്കി മാറ്റാം, ആൽക്കലൈൻ ആക്കി മാറ്റുക. ഈ അടുത്തത് നോക്കിയേ മക്കളെ, നമ്മുടെ പാൻക്രിയാസ് എന്താണ് ചെയ്യുന്നത്, പാൻക്രിയാസ് സെക്രീറ്റ് ചെയ്യുന്നതാണ് പാൻക്രിയാറ്റിക് ജ്യൂസ്. അതിനകത്ത് 3 എൻസൈം ഉണ്ട്. ഒന്ന് ട്രിപ്സിൻ, നോക്കിക്കേ, പെപ്സിൻ, ട്രിപ്സിൻ. എവിടെ ഒരു കണക്ഷൻ ഫീൽ ചെയ്യുന്നില്ലേ? അപ്പൊ ഇതും ഒരു പ്രോട്ടീൻ ഡൈജസ്റ്റിംഗ് എൻസൈം ആണ്, പക്ഷെ പാർഷ്യൽ ഡൈജഷൻ ആണ്. പിന്നെ അമൈലേസ് ഉണ്ട്.
നമ്മളെ സെലൈവറി എമൈലെ സ്റ്റാർച്ചിനെ സിമ്പിൾ ഷുഗർ ആക്കി. അതേപോലെ ഇതും എന്താണ്, സ്റ്റാർച്ചിന്റെ ഡൈജഷൻ ആണ്, അന്നജത്തിന്റെ ദഹനമാണ്. അതും പക്ഷേ പാർഷ്യൽ ആണ്. അതാണ് മിസ് രണ്ടിനും ഗ്രീൻ കളർ കൊടുത്തത്, പാർഷ്യൽ. പക്ഷേ ഇവിടെയുള്ള ലിപ്പേസ്, പാൻക്രിയാറ്റിക് ലിപ്പേസ് നമ്മുടെ ഫാറ്റിനെ കംപ്ലീറ്റ് ആയിട്ട് ഡൈജസ്റ്റ് ചെയ്ത് ഫാറ്റി ആസിഡും ഗ്ലിസറോളും ആക്കി. കംപ്ലീറ്റ് കഴിഞ്ഞു, ഫാറ്റിന്റെ കഥ ഇതോടുകൂടി കഴിഞ്ഞു. ഓക്കെ, ഇനി നമുക്ക് ആരെയാണ് ദഹിപ്പിക്കാനുള്ളത്? നമ്മുടെ പ്രോട്ടീനും സ്റ്റാർച്ചും. അത് നമ്മൾ എവിടെ വെച്ച് നടക്കും? നമ്മുടെ സ്മോൾ ഇൻറ്റെസ്റ്റൈനിലെ ചെറുകുടൽ. ഇവിടെ വെച്ചിട്ടാണ് നമ്മുടെ ഡൈജഷൻ അങ്ങോട്ട് കംപ്ലീറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ നമ്മുടെ ഇൻറ്റെസ്റ്റിനൽ ഗ്ലാൻസ് സെക്രീറ്റ് ചെയ്യുന്ന ഇൻറ്റെസ്റ്റിനൽ ജ്യൂസ് ഉണ്ട്, അതിനകത്ത് കാർബോഹൈഡ്രേറ്റ്സ് ഉണ്ട്. അത് നമ്മുടെ കാർബോഹൈഡ്രേറ്റിലെ സ്റ്റാർച്ചിനെ കംപ്ലീറ്റ് ആയിട്ട് ഡൈജസ്റ്റ് ചെയ്ത് ഗ്ലൂക്കോസ്, ഗാലക്ടോസ്, ഫ്രക്ടോസ്, ഗ്ലൂഫ്രൂഗല. ഓക്കെ, പിന്നെ നമ്മുടെ പ്രോട്ടീനെ ഡൈജസ്റ്റ് ചെയ്ത് അമിനോ ആസിഡ് ആക്കി മാറ്റും. അപ്പൊ ഇപ്പൊ നമ്മളുടെ ന്യൂട്രിയൻസ് എന്തായി? സിമ്പിൾ ആയി. പ്രോട്ടീൻ അമിനോ ആസിഡ് ആയി, സ്റ്റാർച്ച് ഗ്ലൂക്കോസും ഗാലക്ടോസും ഫ്രക്ടോസും ആയി, നമ്മുടെ ഫാറ്റി ആസിഡും ഗ്ലിസറോളുമായി. അതായത് നമുക്ക് അബ്സോർബ് ചെയ്യാൻ പറ്റുന്ന ഫോമിലായി. ആൻഡ് നമ്മുടെ ന്യൂട്രിയൻസിന്റെ 90% അബ്സോർപ്ഷനും നടക്കുന്നത് എവിടെയാണ്? നമ്മുടെ സ്മോൾ ഇൻറ്റെസ്റ്റൈനിൽ വെച്ചിട്ടാണ്. ഓക്കെ, അപ്പൊ സ്മോൾ ഇൻറ്റെസ്റ്റൈനിൽ ഈ ഡൈജഷൻ അബ്സോർപ്ഷൻ നടക്കാൻ വേണ്ടിയിട്ട്, അതിന്റെ സർഫസ് ഏരിയ കൂട്ടാൻ വേണ്ടിയിട്ട് സ്മോൾ ഇൻറ്റെസ്റ്റൈനിൽ എങ്ങനെയാണ്? സ്മോൾ ഇൻറ്റെസ്റ്റൈനിന്റെ ഈ ഉൾഭാഗം നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെ ഫിംഗർ ലൈക്ക് ആയിട്ടുള്ള പ്രൊജക്ഷൻസ് ഉണ്ട്. ഈ ഫിംഗർ ലൈക്ക് പ്രൊജക്ഷൻസിനെയാണ് നമ്മൾ എന്ത് പറയാ മക്കളെ? വില്ലൈ എന്ന് പറയാ. ഈ വില്ലയിൽ എന്തൊക്കെയാണുള്ളത്? ഈ ഭാഗങ്ങൾ എക്സാമിന് ഐഡന്റിഫൈ ചെയ്യാൻ ചോദിക്കും. വെരി വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പൊ ആദ്യം നമുക്കൊരു സിംഗിൾ ലെയർ ഓഫ് എപ്പിത്തീലിയൽ സെൽസ് ഏറ്റവും പുറമേ ഉണ്ട്. ഓക്കെ, അപ്പം ഈസി ആയിട്ട് ഒറ്റ ലെയർ ഉള്ളതുകൊണ്ട് ഈസി ആയിട്ട് ന്യൂട്രിയൻസിന് ഇതിനുള്ളിലേക്ക് കയറാൻ വേണ്ടി പറ്റും. പിന്നെ നമ്മുടെ ബ്ലഡ് കാപ്പിലറീസ് ഉണ്ട്. ഇത് പ്രത്യേകം ശ്രദ്ധിക്കുക. ബ്ലഡ് കാപ്പിലറീസിലേക്കാണ് ഗ്ലൂക്കോസ്, ഗാലക്ടോസ്, ഫ്രക്ടോസ്, അമിനോ ആസിഡ് ഇവർ അബ്സോർബ് ചെയ്യുക. ഫാറ്റി ആസിഡും ഗ്ലിസറോൾ ഇവിടേക്കല്ല പോവാ. ഫാറ്റി ആസിഡും ഗ്ലിസറോൾ ഇതാ നടുവിൽ കാണുന്ന ഈ ഒരാളില്ലേ, അതാണ് ലാക്ടിയൽ, അല്ലെങ്കിൽ നമ്മൾ പറയും ലിംഫാറ്റിക് കാപ്പിലറി. ഈ ലാക്ടിയൽ അല്ലെങ്കിൽ ലിംഫാറ്റിക് കാപ്പിലറിയിലേക്കാണ് നമ്മുടെ ഫാറ്റി ആസിഡും ഗ്ലിസറോളും അബ്സോർബ് ചെയ്യുന്നത്. ഇത് എക്സാമിന് ചോദിക്കുന്ന ഭാഗമാണ്. അപ്പൊ ഇങ്ങനെ അബ്സോർപ്ഷൻ ഒക്കെ കഴിഞ്ഞ് അപ്പൊ നമ്മുടെ ലാർജ് ഇൻറ്റെസ്റ്റൈൻ്റെ ഡ്യൂട്ടി എന്താ? ലാർജ് ഇൻറ്റെസ്റ്റൈൻ പാവം, അവിടേക്ക് ഡൈജസ്റ്റ് ചെയ്യാനൊന്നുമില്ല. അപ്പൊ അൺഡൈജസ്റ്റഡ് ആയിട്ടുള്ള മെറ്റീരിയൽ, ദഹിപ്പിക്കാത്ത സാധനങ്ങൾ എങ്ങോട്ടേക്ക് പോകും? നമ്മുടെ ഈ ലാർജ് ഇൻറ്റെസ്റ്റൈനിലേക്ക് കയറും. ഓക്കെ, അതുകൂടാതെ എന്തെങ്കിലും അവശേഷിക്കുന്ന ജലവും ലവണങ്ങളും, സോൾട്ടോ വാട്ടറോ ഉണ്ടെങ്കിൽ അത് അബ്സോർബ് ചെയ്യും. പിന്നെ ഇവിടെ കാണുന്ന ബാക്ടീരിയ എന്തൊക്കെ ഉണ്ടാക്കുന്നുണ്ട്? വൈറ്റമിൻ കെയും വൈറ്റമിൻ ബി കോംപ്ലക്സും ഉണ്ടാക്കുന്നുണ്ട്. അങ്ങനെ അൺഡൈജസ്റ്റഡ് ആയിട്ടുള്ള വേസ്റ്റ് ഇതാ കുറച്ച് നേരം ഈ റക്തം എന്ന് പറയുന്ന ചേംബറിൽ സ്റ്റോർ ചെയ്ത് വെക്കും. പിന്നെ പുറത്തേക്ക് നമ്മുടെ ഇനസിലൂടെ കളയും. അതോടുകൂടിയിട്ട് നമ്മുടെ ഡൈജഷൻ കഴിയും. സിമ്പിൾ അല്ലേ? ഓക്കെ, ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ സർക്കുലേഷൻ. അപ്പൊ നമ്മുടെ സർക്കുലേറ്ററി സിസ്റ്റത്തിലേക്ക് വരുമ്പോൾ നമ്മുടെ ഹാർട്ടിന്റെ ആൾക്കാരുമാണ്. അപ്പൊ ആദ്യം നമ്മുടെ ഹാർട്ട് എന്താണ് സർക്കുലേറ്റ് ചെയ്യണേ? ആ ഫ്ലൂയിഡ് ആണ് നമ്മുടെ ബ്ലഡ്. അതുകൂടാതെ ലിംഫും ഉണ്ട്. അപ്പൊ ഇതിൽ മെയിൻ ആളാണ് നമ്മുടെ ബ്ലഡ് എന്ന് പറയുന്നത്. അപ്പൊ ബ്ലഡിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അതാ ബ്ലഡ് നമ്മുടെ ലാബിൽ കൊടുക്കുമ്പോൾ എല്ലാം റെഡ് കളറായിരുന്നു. പക്ഷേ അത് കഴിഞ്ഞ് അവർ ഈ മെഷീനിലിട്ട് ഇങ്ങനെ കറക്കി കഴിഞ്ഞാൽ നമുക്ക് മുകളിലായിട്ട് ഇങ്ങനെ ഒരു മഞ്ഞ കളറിലുള്ള ഫ്ലൂയിഡ് കാണാം. ഈ മഞ്ഞ കളറിലുള്ള ഫ്ലൂയിഡ് ദ്രാവകമാണ് പ്ലാസ്മ. അതാണ് രക്തത്തിൽ 55%. അതിനുശേഷം താഴെയായിട്ട് നമുക്ക് ഇങ്ങനെ റെഡ് കളറിലൊരു സാധനം കാണാം. അതിൽ 45% നമ്മുടെ RBC അല്ലെ അരുണ രക്താണുക്കളും, 1% കുറവ് നമ്മുടെ WBCയും അതുപോലെ തന്നെ ശ്വേത രക്താണുക്കളും പ്ലേറ്റ്ലെറ്റുകളുമാണ്. അപ്പോൾ ഇവരുടെ ഓരോരുത്തരുടെയും ഫംഗ്ഷൻസ് എക്സാമിന് ചോദിക്കും. ഈ ഒരു ഡയഗ്രാം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലുള്ളതാണ്. 55% പ്ലാസ്മയിൽ നമുക്ക് വെള്ളമുണ്ട്, പ്രോട്ടീൻസ് ഉണ്ട്. ഈ പ്രോട്ടീൻസ് ഇമ്പോർട്ടൻ്റ് ആണ് മക്കളെ. ആൽബുമിൻ രക്തസമ്മർദ്ദം അല്ലെ ബ്ലഡ് പ്രഷർ റെഗുലേറ്റ് ചെയ്യും. ഗ്ലോബുലിൻ ഡിഫൻസ് അല്ലെങ്കിൽ പ്രതിരോധം. ആൻഡ് ഫൈബ്രിനോജൻ നമ്മളെ രക്തം കട്ടപിടിക്കാൻ സഹായിക്കും. ആൻഡ് അതർ കോമ്പണൻസും ഉണ്ട്. ഇനി നമ്മളുടെ ബ്ലഡ് സെൽസ് നോക്കുകയാണെങ്കിൽ RBC ആണ് ഓക്സിജന്റെയും കാർബൺ ഡൈ ഓക്സൈഡിന്റെ ഒക്കെ ട്രാൻസ്പോർട്ട് ചെയ്യുന്നത്. അതേപോലെ തന്നെ WBC ആണ് ഡിഫൻസ് പ്രതിരോധം. ആൻഡ് പ്ലേറ്റ്ലെറ്റ്സ് നമ്മളെ ബ്ലഡ് ക്ലോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്നതാണ്. പിന്നെ നമ്മുടെ ഹാർട്ടിലേക്ക് വരുന്നതിന് മുൻപായിട്ട് നിങ്ങൾ അറിയേണ്ടതാണ് നമ്മുടെ രക്തക്കുഴലുകൾ. 3 ടൈപ്പ് ഉണ്ട്. നമുക്ക് ആർട്ടറി അല്ലെങ്കിൽ ധമനി, കാപ്പിലറി അല്ലെങ്കിൽ ലോമിക, സിര അല്ലെങ്കിൽ വെയിൻസ് ഉണ്ട്. അതിൽ ആർട്ടറി അല്ലെങ്കിൽ ധമനി ഹാർട്ടിൽ നിന്ന് പുറത്തേക്ക് ബ്ലഡ് കൊടുക്കുന്ന ആൾക്കാരാണ്. അപ്പൊ ഹാർട്ടിൽ നിന്ന് പുറത്തേക്ക് പമ്പ് ചെയ്യുമ്പോൾ ഹൈ സ്പീഡും ഹൈ പ്രഷറും ആണ്. അപ്പോൾ നല്ല തിക്കായിട്ടുള്ള ഇലാസ്റ്റിക് ആയിട്ടുള്ള ബ്ലഡ് വെസൽസ് ആയിരിക്കണം. ഓക്കെ, അതാണ് നമ്മളുടെ ആരുടെ പ്രത്യേകത? ആർട്ടറിന്റെ പ്രത്യേകത. ആൻഡ് വെയിൻസ് എന്ന് പറയുമ്പോൾ ഹാർട്ടിലേക്ക് തിരിച്ചു വരികയാണ്. അപ്പൊ ലോ സ്പീഡും ലോ പ്രഷറും. അപ്പൊ തിരികെ ഹാർട്ടിലേക്ക് പോകാണ്ട് തിരികെ ഒഴുകാതിരിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ മാത്രമാണ് വാൽവ് ഉള്ളത്. ഓക്കെ, ഇത് കുറച്ച് തിന്നായിട്ടുള്ള, കമ്പയർ ടു ആർട്ടറി കുറച്ച് തിന്നായിട്ടുള്ള രക്തക്കുഴലാണ്. പിന്നെ നമ്മുടെ കാപ്പിലറി അല്ലെങ്കിൽ ലോമിക, ഇത് കുറച്ച് പ്രത്യേകതയുള്ള ആൾക്കാരാ. വളരെ തിന്നായിട്ട്
ആയിട്ടുള്ള സിംഗിൾ ലെയർ ഓഫ് സെൽസ് കൊണ്ടാണ് ലോമികകൾ അല്ലെ കാപ്പിലറി ഉണ്ടാക്കിയിരിക്കുന്നത്. അതിൻ്റെ ഇടയിൽ ചെറിയ സുഷിരങ്ങളുണ്ട്. ബ്ലഡ് വളരെ ലോ സ്പീഡിലും ലോ പ്രഷറിലുമാണ് ഒഴുകുക. ഓക്കെ, ഇനി നമ്മുടെ ടിഷ്യൂ ഫ്ലൂയിഡ് എങ്ങനെയാണ് ഫോം ചെയ്യുന്നത്? അപ്പൊ മിസ് നേരത്തെ പറഞ്ഞു നമ്മുടെ ആർട്ടറിക്കോ നമ്മുടെ വെയിൻസിനോ നമ്മുടെ സെൽസിന്റെ അടുത്തേക്ക് പോകാൻ പറ്റില്ല, കാരണം അവർ അത്യാവശ്യം തിക്കാണ്. അപ്പൊ നമ്മുടെ ആർട്ടറീസ് ബ്രാഞ്ച് ചെയ്തിട്ട് എന്തായിട്ട് മാറും? കാപ്പിലറീസ് ആയിട്ട് മാറും. ഈ കാപ്പിലറീസിലൂടെ ബ്ലഡ് ഒഴുകുമ്പോൾ ഇവിടെ ഒരു പ്രഷർ ഉണ്ടാവും, കാരണം ഇവിടെ ഇത്രയും വോളിയം ഉണ്ടായിരുന്നു, ഇവിടെ വോളിയം കുറഞ്ഞു. വോളിയം കുറഞ്ഞാൽ എന്ത് ചെയ്യും? പ്രഷർ കൂടും. അപ്പൊ നമ്മുടെ പ്രോട്ടീൻസും ബ്ലഡ് സെൽസും ഒഴികെ അവർക്കൊന്നും ആ സുഷിരങ്ങളിലൂടെ പുറത്തു വരാൻ വേണ്ടി പറ്റില്ല. അപ്പൊ പ്രോട്ടീൻസും ബ്ലഡ് സെൽസും ഒഴികെ ബാക്കിയെല്ലാം നമ്മുടെ പ്ലാസ്മ കംപ്ലീറ്റ് ആയിട്ട് നമ്മുടെ ഇന്റർ സെല്ലുലാർ സ്പേസിലേക്ക് ഊസ് ഔട്ട് ചെയ്യും. ഇങ്ങനെ കോശാന്തര സ്ഥലത്തേക്ക് അല്ലെങ്കിൽ ഇന്റർ സെല്ലുലാർ സ്പേസിലേക്ക് ഊസ് ഔട്ട് ചെയ്ത ഈ ഫ്ലൂയിഡിനെയാണ് നമ്മൾ ടിഷ്യൂ ഫ്ലൂയിഡ് എന്ന് പറയാം. ഈ ടിഷ്യൂ ഫ്ലൂയിഡും സെൽസും തമ്മിലാണ് ന്യൂട്രിയൻസിന്റെയും ഓക്സിജന്റെയും എക്സ്ചേഞ്ച്. ഇങ്ങോട്ടേക്ക് ന്യൂട്രിയൻസും ഓക്സിജനും കൊടുക്കും, തിരികെ എന്ത് കൊടുക്കും? കാർബൺ ഡൈ ഓക്സൈഡും വേസ്റ്റും. ആ ടിഷ്യൂ ഫ്ലൂയിഡിൽ നിന്ന് കാർബൺ ഡൈ ഓക്സൈഡും വേസ്റ്റും നമ്മുടെ കാപ്പിലറീസിലേക്ക് തന്നെ കയറും. അതാണ് ഇത് ബ്ലൂ കളർ കാണിച്ചത്. അങ്ങനെ ഈ കാർബൺ ഡൈ ഓക്സൈഡും വേസ്റ്റും നമ്മുടെ വെയിൻസിലേക്ക് പോകും. വെയിൻസ് അല്ലെങ്കിൽ സിരകളാണ് ഇതിനെ നമ്മുടെ തിരികെ ഹാർട്ടിലേക്ക് എത്തിക്കുക. ഓക്കെ, എന്നാലും കുറച്ച് ടിഷ്യൂ ഫ്ലൂയിഡ് എവിടെയും പോകാണ്ട് ഇവിടെ തന്നെ കിടപ്പുണ്ടാവും. ആ ടിഷ്യൂ ഫ്ലൂയിഡിനെ വലിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ലിംഫാറ്റിക് കാപ്പിലറി അല്ലെങ്കിൽ ലാക്ടിയൽ ഉള്ളത്. ഓക്കെ, അപ്പം ഈ ഒരു ടിഷ്യൂ ഫ്ലൂയിഡ്, ബാക്കിയുള്ള ടിഷ്യൂ ഫ്ലൂയിഡ് ലിംഫാറ്റിക് കാപ്പിലറിയിലേക്ക് കയറി കഴിഞ്ഞാൽ അതിനെ വിളിക്കുന്ന പേരാണ് ലിംഫ് എന്ന്. ഓക്കെ, സോ വെൻ ബ്ലഡ് ഫ്ലോസ് ത്രൂ ദ കാപ്പിലറി ഫ്ലൂയിഡ് പാർട്ട് ഓഫ് ദ ബ്ലഡ് ഊസസ് ഔട്ട്, ഊർന്നിറങ്ങുന്നു, അതിനെയാണ് ടിഷ്യൂ ഫ്ലൂയിഡ് എന്ന് പറയാം. ആൻഡ് നമ്മുടെ ലിംഫ് എന്താണ്? വൺ പാർട്ട് ഓഫ് ദ ടിഷ്യൂ ഫ്ലൂയിഡ്. ടിഷ്യൂ ഫ്ലൂയിഡിന്റെ ഒരു ഭാഗം എന്ത് ചെയ്യുന്നു? ലിംഫാറ്റിക് കാപ്പിലറിയിലേക്ക് കയറുന്നു, അതിനെയാണ് ലിംഫ് എന്ന് പറയാം. ഓക്കെ, അതേപോലെ തന്നെ ലിംഫിന്റെ മറ്റ് ഫംഗ്ഷൻസ് എന്തൊക്കെയാ? സിമ്പിൾ കോമ്പണൻസ് ഫോംഡ് ആസ് എ റിസൾട്ട് ഓഫ് ഫാറ്റ് ഡൈജഷൻ. ഫാറ്റ് ഡൈജഷന്റെ പ്രോഡക്ട്സ് ആയിട്ടുള്ള ഫാറ്റി ആസിഡും ഗ്ലിസറോളും നമ്മുടെ ശരീരത്തിന്റെ എല്ലാ ഭാഗത്തേക്ക് എത്തിക്കുന്നത് ലിംഫാണ്. പിന്നെ അതെ, ഇവിടെ നമ്മുടെ ഒരു സിസ്റ്റം തന്നിട്ടുണ്ട്, എങ്ങനെയാണ് ഈ ന്യൂട്രിയൻസ് നമ്മുടെ ഹാർട്ടിലേക്ക് എത്തുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ സ്മോൾ ഇൻറ്റസ്റ്റൈനിൽ നിന്ന് ആഗിരണം ചെയ്യുന്ന ന്യൂട്രിയൻസിനെ ആദ്യം പോർട്ടൽ വെയിൻസ്. പോർട്ടൽ വെയിൻ എന്ന് പറഞ്ഞാൽ ഹാർട്ടിലേക്ക് പോകാതെ ഒരു ഓർഗനിലേക്കാണ് പോകുന്നത്. അപ്പം ഇവിടെയുള്ള ഒരു അവയവത്തിൽ നിന്ന് മറ്റൊരു അവയവത്തിലേക്ക് പോകുന്ന വെയിൻസ് ആണ് പോർട്ടൽ വെയിൻ. അപ്പൊ പോർട്ടൽ വെയിൻ അല്ലെ പോർട്ടൽ സിര അതിനെ ലിവറിൽ എത്തിക്കും. ലിവറിൽ എത്തിക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ ലിവർ ഇസ് എ സെന്റർ ഓഫ് മെറ്റബോളിസം. കുറേ മാറ്റങ്ങൾ നടക്കുന്ന സ്ഥലമാണ്. ഫോർ എക്സാമ്പിൾ, ഗ്ലൂക്കോസിനെ ഗ്ലൈക്കോജൻ ആക്കി സ്റ്റോർ ചെയ്യാം, എന്തെങ്കിലും ടോക്സിക് സബ്സ്റ്റൻസ് ഉണ്ടെങ്കിൽ അതൊക്കെ റിമൂവ് ചെയ്യാം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. ഓക്കെ, അങ്ങനെ ലിവറിൽ വെച്ച് കുറേ മാറ്റങ്ങളൊക്കെ നടന്നതിന് ശേഷം, ടോക്സിൻസ് ഒക്കെ റിമൂവ് ചെയ്തതിനു ശേഷം ഹെപ്പാറ്റിക് വെയിൻ അല്ലെങ്കിൽ ഹെപ്പാറ്റിക് സിര അതിനെ ഹാർട്ടിലേക്ക് എത്തിക്കും ത്രൂ വീനാ കാവ. വീനാ കാവ വഴി ഹാർട്ടിലെത്തും. അപ്പൊ നമ്മുടെ ഫാറ്റി ആസിഡും ഗ്ലിസറോളും ബ്ലഡ് കാപ്പിലറിയിലേക്കല്ല വന്നത് അല്ലേ? അപ്പൊ അവരെന്ത് ചെയ്യും? അവരിതാ ലാക്ടിയലിന് പിന്നെ സ്മോൾ ലിംഫാറ്റിക് വെസൽ, പിന്നെ ലാർജ് ലിംഫാറ്റിക് വെസൽ, പിന്നെ അത് വീനാ കാവ വഴി ഹാർട്ടിലേക്ക് എത്തും. അതായത് എല്ലാ ന്യൂട്രിയൻസും അബ്സോർബ് ചെയ്തിട്ട് ആദ്യം ഹാർട്ടിലെത്തും. ഹാർട്ടിലെത്തിയിട്ട് എന്താ സംഭവിക്കുക? നമ്മൾ ഇനി പഠിക്കാൻ പോവാണതാ. ഇങ്ങോട്ട് പോകും, ലങ്സിലേക്ക് പോകും, ലങ്സിന് തിരികെ ഇവിടെ എത്തും, പിന്നെ അത് എല്ലാ ഭാഗത്തേക്കും പോകും. ഓക്കെ, അപ്പൊ ആ ഒരു കാര്യമാണ് നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമുക്ക് എന്ത് വേണം? നമ്മൾ ആദ്യം നമ്മുടെ ഹാർട്ടിന്റെ സ്ട്രക്ചർ അറിയണം. സോ ഹാർട്ടിന് 4 ചേംബേഴ്സ് ആണ്. റൈറ്റ് ഏട്രിയം, ലെഫ്റ്റ് ഏട്രിയം, റൈറ്റ് വെൻട്രിക്കിൾ, ലെഫ്റ്റ് വെൻട്രിക്കിൾ. അതായത് നമുക്ക് താഴെയിലും മുകളിലും ആയിട്ട് എന്തുണ്ട് മക്കളെ? താഴെയിലും മുകളിലും ആയിട്ട് ഏട്രിയവും വെൻട്രിക്കിളും ഉണ്ട്. ഇത് റൈറ്റ് സൈഡിലും ഇത് ലെഫ്റ്റ് സൈഡിലും. ഇത് ഏട്രിയം, ഇത് വെൻട്രിക്കിൾ. പിന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇങ്ങോട്ടേക്ക് വരുന്ന വീനാ കാവ ഉണ്ട്, ഇങ്ങോട്ടേക്ക് വരുന്ന പൾമണറി വെയിൻ ഉണ്ട്. പൾമണറി വെയിൻ എന്ന് പറഞ്ഞാൽ ശ്വാസകോശത്തിൽ നിന്ന് ഹാർട്ടിലേക്ക് കയറുകയാണ്. അതായത് ഹാർട്ടിലേക്ക് കയറുന്നത് രണ്ടുപേരും ഏട്രിയത്തിലേക്കാണ്. ഇനി പുറത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് നമുക്ക് നമ്മുടെ റൈറ്റ് വെൻട്രിക്കിളിൽ നിന്ന് പോകുന്ന പൾമണറി ആർട്ടറിയും ലെഫ്റ്റ് വെൻട്രിക്കിളിൽ നിന്ന് പോകുന്ന അയോട്ട അല്ലെങ്കിൽ മഹാധമനി ഉണ്ട്. ഇനി വാൽവുകളുടെ കാര്യം പറയുകയാണെങ്കിൽ നമ്മുടെ റൈറ്റ് സൈഡിൽ നമുക്ക് ട്രൈകാസ്പിഡ് വാൽവും ലെഫ്റ്റ് സൈഡിൽ നമുക്ക് ബൈകാസ്പിഡ് വാൽവും ഉണ്ട്. പിന്നെ നമ്മുടെ അയോട്ടയുടെ അകത്ത് അയോട്ടിക് വാൽവ് ഉണ്ട്. ആൻഡ് നമ്മുടെ പൾമണറി ആർട്ടറിയുടെ അകത്ത് പൾമണറി ആർട്ടറി വാൽവ് ഉണ്ട്. ഇതിനെ രണ്ടിനെയും കൂടി ചേർത്ത് നമ്മൾ സെമി ലൂണാർ വാൽവ് എന്ന് പറയും. പിന്നെ നമ്മുടെതാ എസ് ഐ നോഡാണ് നമ്മുടെ ഹാർട്ടിന്റെ കോൺട്രാക്ഷനും റിലാക്സേഷനും ഉണ്ടാക്കുന്നത്. സോ അതിന് നമ്മൾ പേസ് മേക്കർ എന്ന് പറയാറുണ്ട്. പിന്നെ നമ്മുടെ ഹാർട്ടിന്റെ ആ ഒരു കാർഡിയാക് സൈക്കിൾ 4 സ്റ്റേജസ് ആണ്. ജോയിന്റ് ഡയസ്റ്റോൾ, ഏട്രിയൽ സിസ്റ്റോൾ, വെൻട്രിക്കുലാർ സിസ്റ്റോൾ, ജോയിന്റ് ഡയസ്റ്റോൾ. ജോയിന്റ് ഡയസ്റ്റോൾ ഇരിക്കുന്ന സമയത്ത് എല്ലാവരും റിലാക്സ്ഡ് ആണ്. അപ്പൊ ഹാർട്ടിലേക്ക് ബ്ലഡ് ഇങ്ങനെ വന്ന് നിറയും. ആ ബ്ലഡ് നേരെ വെൻട്രിക്കിളിലേക്ക് വീഴുന്നുണ്ട്. ഒരു മൊമെന്റ് എത്തിക്കഴിഞ്ഞാൽ ഏട്രിയം ഫുൾ ആകും. അപ്പൊ ഏട്രിയം കോൺട്രാക്ട് ചെയ്യും. അപ്പൊ ബ്ലഡ് മുഴുവനായിട്ട് വെൻട്രിക്കിളിലേക്ക് വീഴും. അപ്പൊ വെൻട്രിക്കിൾ
വെൻട്രിക്കിളിൽ പ്രഷർ കൂടും, അപ്പൊ വെൻട്രിക്കിൾ കോൺട്രാക്ട് ചെയ്യും. വെൻട്രിക്കിൾ കോൺട്രാക്ട് ചെയ്യുന്ന സമയത്ത് ബ്ലഡ് മുഴുവൻ എങ്ങോട്ടേക്ക് പോകും? ബ്ലഡ് വെസൽസിലേക്ക് കയറും. അപ്പൊ എല്ലാവരും വീണ്ടും റിലാക്സ്ഡ് സ്റ്റേറ്റ്. അതിൽ സിസ്റ്റോൾ എന്ന് പറഞ്ഞാൽ കോൺട്രാക്ഷൻ ആണ്, ഡയസ്റ്റോൾ എന്ന് പറഞ്ഞാൽ റിലാക്സേഷൻ ആണ്. ഈ സമയത്ത് ഉണ്ടാവുന്ന ആ ഒരു പ്രഷറാണ് സിസ്റ്റോളിക് പ്രഷറും ഡയസ്റ്റോളിക് പ്രഷറും. അതായത് നമ്മൾ വെൻട്രിക്കിൾസിന്റെ ടേമിലാണ് പറയാം. കാരണം വെൻട്രിക്കിൾ കോൺട്രാക്ട് ചെയ്യുമ്പോഴാണ് ഹാർട്ടിൽ നിന്ന് പുറത്തേക്ക് ബ്ലഡ് പോകുന്നത്. വെൻട്രിക്കിൾ റിലാക്സ് ചെയ്യുന്ന സമയത്ത് ബ്ലഡ് വന്ന് നിറയാണ് ചെയ്യുന്നത്. അപ്പൊ കോൺട്രാക്ട് ചെയ്യുമ്പോൾ അനുഭവപ്പെടുന്ന ഹൈ പ്രഷർ ആണ് സിസ്റ്റോളിക് പ്രഷർ, ദാറ്റ് ഈസ് 120. അപ്പൊ ആ സമയത്ത് ഏകദേശം 70 ml ബ്ലഡ് ഹാർട്ടിൽ നിന്ന് പുറത്തേക്ക് പോകുന്നുണ്ട്. വെൻട്രിക്കിൾ റിലാക്സ് ചെയ്യുമ്പോൾ എത്ര നിറയുന്നുണ്ട്? ഏകദേശം 70 ml ബ്ലഡ് നമ്മുടെ ഹാർട്ട് ചേംബേഴ്സിൽ നിറയുന്നുണ്ട്. സോ അതാണ് 80. ഇത് മെഷർ ചെയ്യുന്ന ഇൻസ്ട്രുമെന്റ്സ് ആണ് സ്ഫിഗ്മോമാനോമീറ്ററും ഇപ്പൊ നമുക്ക് ഡിജിറ്റൽ BP അപ്പാരറ്റസ് ഉണ്ട്. ഇനി ഇലക്ട്രോ കാർഡിയോഗ്രാം എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു നമ്മുടെ ഹാർട്ടിൽ ഇലക്ട്രിക് സിഗ്നൽസ് ജനറേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ ആ ഇലക്ട്രിക് സിഗ്നൽസ് നമ്മൾ ഒരു പേപ്പറിലേക്ക് എന്ത് ചെയ്യണം? ഒരു ഗ്രാഫിലേക്ക് റെക്കോർഡ് ചെയ്യുന്നതാണ് നമ്മുടെ ഇലക്ട്രോ കാർഡിയോഗ്രാം. ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ ഓഫ് ഇലക്ട്രിക്കൽ ആക്ടിവിറ്റി ഓഫ് ഹാർട്ട് ആണ്. അപ്പൊ ഇതിൽ എന്തെങ്കിലും വേരിയേഷൻ ഉണ്ടെങ്കിൽ നമ്മുടെ ഹാർട്ടിന് എന്തെങ്കിലും അസുഖം ഉണ്ടെന്നാണ് അതിന്റെ അർത്ഥം. പിന്നെ നമ്മൾ പറയുന്നതാണ് ഡബിൾ സർക്കുലേഷൻ. ഡബിൾ സർക്കുലേഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു കാർഡിയാക് സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യാൻ നമ്മുടെ ഹാർട്ടിലൂടെ 2 തവണ ബ്ലഡ് കയറി പോകുന്നുണ്ട്. അപ്പൊ ആദ്യം ഏതാ നോക്കിക്കേ? ആദ്യം എന്താ? ഇപ്പൊ റൈറ്റ് വെൻട്രിക്കിളിൽ ബ്ലഡ് എത്തി എന്ന് കരുതാം. നമ്മുടെ പൾമണറി